ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ISRMലേക്ക് സ്വാഗതം. വൃക്കകളിലെ കല്ലുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത്. വൃക്കകളിൽ കല്ലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വൃക്കകളുടെ ധർമ്മം തന്നെയാണ് കല്ലുകൾ ഉണ്ടാകുവാൻ കാരണമാകുന്നത്. അതായത് രക്തത്തിൽ നിന്നും ലവണങ്ങളെ പുറത്തേക്ക് തള്ളുക, അതുപോലെ തന്നെ രക്തത്തിൽ നിന്നും ആവശ്യമില്ലാത്ത ലവണങ്ങളെ, എല്ലാ ലവണങ്ങളെയും പുറത്തേക്ക് തള്ളുകയല്ല, മൂത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ലവണങ്ങളെ അല്ലെങ്കിൽ മറ്റ് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളെ പുറത്തേക്ക് തള്ളുവാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെയധികം ലവണങ്ങൾ വൃക്കകളിൽ എത്തിച്ചേരുന്നു രക്തത്തിൽ കൂടി. ഇങ്ങനെ രക്തത്തിൽ കൂടി എത്തിച്ചേരുന്ന ഈ ലവണങ്ങളുടെ അളവ് കൂടുകയും ജലാംശത്തിൻ്റെ, അതായത് വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവിടെ തരിതരികൾ ഉണ്ടാകുന്നു, അഥവാ കല്ലായി മാറുകയും ചെയ്യുന്നു. നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒരു അല്പം ഉപ്പെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അലിയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അലിഞ്ഞു ചേരും. അതേസമയത്ത് ഉപ്പ് കൂടുതലായി ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്സിലെ വെള്ളത്തിന് ആ ഉപ്പിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കഴിവില്ലാതായി മാറും. അത്തരം അവസ്ഥകളിലാണ് അത് ഉപ്പായി തന്നെ താഴെ കിടക്കുന്നത് കാണാം. ഏതാണ്ട് ഇതിന് സമാനമായ ഒരവസ്ഥയാണ് വൃക്കകളിൽ കല്ലുണ്ടാകുന്ന അവസ്ഥ. അതായത് ലവണങ്ങളുടെ അളവ് കൂടുക, ജലത്തിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ ജലത്തിൻ്റെ അളവ് ആവശ്യത്തിനുണ്ടായിട്ട് കൂടി ലവണങ്ങളുടെ അളവ് അതിലും കൂടുതൽ വരികയാണെങ്കിലും തീർച്ചയായും വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാകുന്നതായി കാണാം. ഇത് കൂടാതെ ചില ജനിതകമായ ഘടകങ്ങളും ചില എൻസൈമുകൾ ശരീരത്തിൽ കാണപ്പെടാതെ വരിക, അങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട് വൃക്കകളിൽ കല്ലുണ്ടാകുന്നതിന്. ഈ കല്ലുണ്ടായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? സാധാരണ ഇതിൻ്റെ രോഗലക്ഷണം തന്നെയാണ് ആദ്യത്തെ പ്രശ്നം, കഠിനമായ വേദന. അതായത് കഠിനമായ വേദന എന്ന് പറഞ്ഞാൽ നാം നനച്ചിരിക്കാത്ത സമയത്ത് ഒരു യാത്ര പോകുമ്പോഴോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴോ ആയിരിക്കും കഠിനമായ വയറുവേദന അനുഭവപ്പെടുന്നത്. വയറിൻ്റെ മുകളിൽ നിന്ന് അനുഭവപ്പെടുന്ന ഈ വേദന മെല്ലെ താഴോട്ട് വരുന്നതായി തോന്നും. അത് മൂത്രക്കുഴലിലേക്ക് എത്തുന്നതായി പോലും ജനങ്ങൾക്ക് തോന്നും. വാസ്തവത്തിൽ മൂത്രക്കുഴലിൻ്റെ അവിടെ അല്ല കല്ലിരിക്കുന്നതെങ്കിൽ കൂടി അങ്ങനെ അതികഠിനമായ വേദന അനുഭവപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ മൂത്രത്തിൽ കൂടി രക്തം വരുന്നതായും കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാധാരണ ഇതിൽ ഒരു കല്ല് ഉണ്ടാകുകയാണെങ്കിൽ അത് ഒരു ഉപദ്രവമില്ലാതെ കിഡ്നിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ മൂത്രം ഉണ്ടാകുകയും മൂത്രത്തോടൊപ്പം ഈ കല്ല് താഴോട്ട് വരികയും ചെയ്യുമ്പോൾ, അതായത് വൃക്കകളിൽ നിന്നും മൂത്രസഞ്ചിയിലേക്കുള്ള ആ കുഴലിൽ കൂടി കല്ല് താഴോട്ട് വരുമ്പോൾ ആ കോശങ്ങളെ, അതിനടുത്തുള്ള കോശങ്ങളെയും കലകളെയും അത് മുറിക്കുകയും ഞെക്കി അമർത്തുകയും ചെയ്യുന്നു. കല്ലിൻ്റെ ആകൃതിയും ഒരു പ്രശ്നമാണ്. അത് ഉരുണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കല്ലാണെങ്കിൽ സാധാരണ ഇതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് താഴോട്ട് വന്നോളും. അതേസമയത്ത് കൂർത്ത മുനകളോട് കൂടിയുള്ളതാണെങ്കിൽ അത് നമ്മുടെ ആ കുഴലുകളെ കുത്തി ഞെരുക്കുന്നു, അവിടുത്തെ കലകൾ, അതായത് കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. അതോടുകൂടി രക്തം പൊടിയുകയും ആ രക്തമാണ് നമുക്ക് പിന്നെ മൂത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ മൂത്രക്കുഴലിൽ കൂടി വരുന്ന ഈ കല്ലുകൾ ചലിക്കുമ്പോൾ മാത്രമാണ് വേദന ഉണ്ടാകുന്നത്. ചിലർക്ക് ഛർദി വരാം. അത് വേദനയുടെ ഇതോടുകൂടിയാണ് ഈ ഛർദി വരുന്നത്. വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും, ചിലർ വിയർക്കുന്നത് കാണാം. ഇങ്ങനെയെല്ലാം കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും മൂത്രക്കല്ലിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 2 ലക്ഷണങ്ങളാണ്. ഒന്ന്, മൂത്രത്തിൽ സാധാരണഗതിയിൽ ചോര വന്നെന്ന് വരാം, വന്നില്ലെന്ന് വരാം. എന്നാലും കഠിനമായ വേദന മൂത്രക്കുഴലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിനെന്താണൊരു പ്രതിരോധ മാർഗം? പ്രതിരോധ മാർഗം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതായത് ജലാംശം കൂടുതൽ വേണം. മൂത്രത്തിൽ ഏതെല്ലാം ലവണങ്ങളാണോ ഇങ്ങനെ വന്ന് കല്ലുണ്ടാക്കുന്ന ആ കല്ലുകളെക്കുറിച്ച് നമുക്ക് അതിൻ്റെ രാസഘടന നമുക്ക് പഠിക്കുവാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് നാം എന്തെല്ലാം പരിശോധനകൾ നടത്തണം? ഏതായാലും മൂത്രക്കല്ലുണ്ട് എന്നുള്ളൊരു സംശയം ഉടലെടുത്താൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മൂത്രം പരിശോധിക്കണം. അതിനകത്ത് ഏതെല്ലാം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നോക്കണം. ആ കെമിക്കൽസ് ഏതാണെന്ന് നമ്മൾ കൂടുതലായിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇതുകൂടാതെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്താൽ കല്ല് ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കിഡ്നിയിലാണോ, അതെയോ കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് വരുന്ന കുഴലിലാണോ, അതെയോ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം ഒഴിക്കുന്ന കുഴലിൽ, ലിംഗത്തിലോ യോനിയിലുള്ള കുഴലിലാണോ, ആ ഭാഗത്തേക്കാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. കല്ലിൻ്റെ ആകൃതിയും സ്കാനിങ് വഴിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ചില വ്യക്തികളിൽ ഗ്യാസൊക്കെ അധികം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളിൽ ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് വഴിക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് CT സ്കാൻ വഴിക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ കഴിയും. എന്ത് തന്നെയായാലും അൾട്രാസൗണ്ട് സ്കാനിങ് ചിലവ് കുറഞ്ഞതായതുകൊണ്ടും ശരീരത്തിന് മറ്റ് ദൂഷ്യഫലങ്ങളില്ലാത്തതുകൊണ്ടും ആദ്യമായി അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതാണ് നല്ലത്.
രക്തം പരിശോധിക്കുന്നത് നല്ലതാണ്. രക്തം പരിശോധിക്കുന്നത് കല്ലിൻ്റെ ഘടന മനസ്സിലാക്കാനൊന്നുമല്ല, കിഡ്നി ഇത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി ഒരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് യൂറിയൻ ക്രിയാറ്റിനും കൂടി അങ്ങോട്ട് ചെയ്തോളൂ. അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തുള്ള മറ്റ് പരിശോധനകൾ കൂടി പൂർത്തിയായെന്ന് പറയാം. ഇതിന് ശേഷം എന്താണ് ചികിത്സയിലേക്ക് പോകേണ്ടത്? ആദ്യം തന്നെ ചികിത്സ എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള ചികിത്സയിലേക്ക് വരണം. ഒന്ന് പ്രതിരോധ മാർഗങ്ങൾ, അതായത് ഇതിന് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത്. മറ്റത് വന്ന കല്ല് അപകടകാരിയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഈ അപകടകാരിയായ കല്ലുകൾ എന്താണ്? അപകടകാരിയായ കല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 mm മേലെ 6 mm വരെയൊക്കെ നമുക്ക് സഹിച്ചങ്ങ് പോകാൻ പറ്റും. 6 mm മേലെയാണെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കേണ്ടതുണ്ട്. അപകടകാരിയായ കല്ലുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് അതിൻ്റെ പൊസിഷൻ, ഏത് പൊസിഷനിലാണ് അത് നിൽക്കുന്നതെന്ന് നോക്കുക. ചിലപ്പോൾ അതായത് വൃക്കകൾക്ക് വീക്കമുണ്ടാകുന്ന രീതിയിൽ പരിപൂർണമായി തടസ്സമുണ്ടാക്കുന്ന കല്ലുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടനടി നീക്കം ചെയ്യണം. അതേസമയത്ത് വലിപ്പം മറ്റൊരു ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, അതൊരു വലിയ കല്ലുണ്ടെന്ന് ഓർത്ത് ഉടനടി നീക്കം ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. അപ്പോൾ ഈ കല്ലിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കിഡ്നിക്കകത്തുള്ള കല്ലുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം കല്ലിൻ്റെ ആകൃതി ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന കല്ലുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതും നീക്കം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇതിന് ചികിത്സയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വെള്ളം കൂടുതൽ കുടിക്കുക. അതുപോലെ തന്നെ ലവണങ്ങൾ, ഏത് ലവണങ്ങളാണ് നമ്മളുടെ കല്ലുണ്ടാക്കുന്നത് ആ ലവണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആഹാരത്തിൽ നിന്നും ഒഴിവാക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടതുള്ളത്. ഇനി ചികിത്സയുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ മൂത്രക്കല്ലിന് വേണ്ടിയിട്ട് പത്രങ്ങളിൽ പരസ്യം കാണാറുണ്ട്, ഇൻ്റർനെറ്റിൽ പരസ്യം കാണാറുണ്ട്. യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 1000 ഒറ്റമൂലി എന്നുള്ളത് പറയാറുണ്ട്. ഞാനും ഒരു ഒറ്റമൂലി കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂത്രക്കല്ലിന് വേണ്ടിയിട്ടുള്ള ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒറ്റമൂലി ജലമാണ്, വെള്ളം കുടിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക. ചിലവില്ലാത്ത ഒരു ഒറ്റമൂലിയാണ് അത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വേറൊരു ഒറ്റമൂലിയും എൻ്റെ കയ്യിലില്ല. എന്നാൽ ഒരു ത്രിമൂലി ഞാൻ പറഞ്ഞു തരാം. ഉപ്പ് കുറയ്ക്കുക. ഉപ്പ് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ ഈ കല്ലുണ്ടാകാനുള്ള രാസപദാർത്ഥം അവിടെ എത്തിപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ വരും. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് 2 ഗ്ലാസ് പാല് കുടിക്കുകയാണെങ്കിൽ ഓക്സലേറ്റ് പോലെയുള്ള കല്ലുകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കല്ലിനെ ചികിത്സിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. മരുന്നുണ്ട്, പിന്നെ ശസ്ത്രക്രിയയുണ്ട്, അതുപോലെ തന്നെ ലേസർ തെറാപ്പിയുണ്ട്. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. ഏത് മാർഗമാണെന്ന് സ്വീകരിക്കേണ്ടതെന്നുള്ളത് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഡോക്ടർമാരും രോഗിയുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം അതിനകത്ത് നോക്കേണ്ടതുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ കീറി മുറിക്കാതെ തന്നെ മൂത്രക്കുഴലിൽ കൂടി ഒരു ട്യൂബ് ഇട്ടിട്ട് എൻഡോസ്കോപ്പിയും മറ്റും ചെയ്യുന്ന പോലെ കല്ലിന് നീക്കം ചെയ്യാൻ കഴിയുന്ന അവസ്ഥകളും കണ്ടുവരുന്നുണ്ട്. അതും പ്രായോഗികമായിട്ട് വളരെയധികം സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ കല്ല് നീക്കം ചെയ്യാതെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? വൃക്കകൾ തകരാറിലേക്ക് പോകും. വൃക്കകൾ തകരാറിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൃദയത്തെ ബാധിക്കും. അപ്പോൾ നിസ്സാരമായ ഒരു കല്ലിൽ തുടങ്ങിയത് ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് ഈ ചികിത്സ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കഴിയും. അതുകൊണ്ട് വൃക്കകളിൽ കല്ല് കാണുകയാണെങ്കിൽ, അതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ വേണ്ട ചികിത്സ വേണ്ട സമയത്ത് തന്നെ ചെയ്യണം. വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തതും ഏതെങ്കിലും ജിമിക്കുകൾ കാണിച്ചുകൊണ്ടും ചില വ്യക്തികൾ ഒറ്റമൂലി ആ ചികിത്സ ഈ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് വൃക്കരോഗികളെ ആകർഷിക്കാറുണ്ട്. കാരണം ഇതൊരിക്കൽ വേദന വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കഠിനമായ വേദനയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇത്തരമൊരു പരസ്യം കാണുകയാണെങ്കിൽ അത് അവരുടെ തലച്ചോറിലേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്യപ്പെടുകയാണ്. ആ പരസ്യം കണ്ടിട്ട് അവർ അതിൻ്റെ പുറകെ പോവുക തന്നെ ചെയ്യും. അങ്ങ് വയനാട്ടിൽ അങ്ങേ മൂലയ്ക്ക് ഏതെങ്കിലും ഒരു നാടൻ ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആദിവാസി ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞാൽ കാറും ലോറിയും എടുത്ത് ഓട്ടമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരവിടുന്ന് എന്തെങ്കിലും ഒരു പച്ചലയോ മറ്റോ കൊടുക്കും. ഇതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വേദനയൊന്നും വരില്ല. വാസ്തവത്തിൽ അവർ പറയുന്നതിലും വെള്ളം കുടിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അത്തരം ചികിത്സകൾക്ക് പോകാതെ ശാസ്ത്രീയമായ ചികിത്സകളിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുകൂടാതെ ശസ്ത്രക്രിയ ചെയ്തു, ഒരു 6 mm അല്ലെങ്കിൽ 10 mm ഒരു വലിയ കല്ലെടുത്ത് പുറത്തേക്ക് ഇട്ടു, എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, ഞാൻ റെഡിയായി. ഇത് വണ്ടി റിപ്പയർ ചെയ്യുന്ന ഒരു ഇടപാടല്ല. ശസ്ത്രക്രിയ ചെയ്താലും എന്ത് ചെയ്താലും വളരെ ക്ലിയറായി മനസ്സിലാക്കേണ്ട, വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടുത്ത 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നെങ്കിൽ അതേ അവസ്ഥ തന്നെ പുനരാവിഷ്കരിക്കപ്പെടും. തനി ആവർത്തനമാണത്. അതുകൊണ്ട് വെള്ളം കൂടുതൽ കുടിക്കുക. ശസ്ത്രക്രിയ ചെയ്ത വ്യക്തികളും വെള്ളം കൂടുതൽ കുടിക്കണം. ഏത് ഘടകത്തിൽ നിന്നാണ് നിങ്ങൾക്ക് രാസപദാർത്ഥം ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ചുള്ള ആഹാരം നിങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം.
ഇതാണ് വൃക്കകളിലെ കല്ലുകളെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. വൃക്കകളിലെ കല്ലുകളെക്കുറിച്ചുള്ള അതിൻ്റെ ചികിത്സയെക്കുറിച്ച്, ആഹാര രീതിയെക്കുറിച്ച് എല്ലാം ഞങ്ങൾ തുടർന്നും വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും ശസ്ത്രക്രിയാ മാർഗ്ഗങ്ങൾ എന്താണെന്നുള്ളതും വിശദീകരിക്കാം. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ഇതിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം.